സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുടെ സമരത്തെ തള്ളി മന്ത്രി വി അബ്ദുറഹ്മാൻ. സമസ്തയുടെ സമരം ശരിയല്ല. കേരളത്തിൽ മുസ്ലിം കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നതെന്ന് മന്ത്രി റിപ്പോർട്ടറിനോട് പറയുന്നു. പൊതുവിദ്യാലയങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മതസംഘടനകൾ ഇടപെടരുതെന്നും മന്ത്രി. വിഷയം സമുദായ സംഘടനകളുമായി വീണ്ടും ചർച്ച നടത്തുന്നതിൽ തെറ്റില്ലെന്നും മന്ത്രി പറയുന്നു. കേൾക്കാം. മന്ത്രി വി അബ്ദുറഹ്മാൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി സർക്കാരും ഈ പറയപ്പെടുന്ന സമുദായ സംഘടനകളും തമ്മിലൊരു ചർച്ചയുണ്ടാകുമോ? സംസ്ഥയടക്കമുള്ള സംഘടനാ പ്രതിനിധികൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച വേണമെന്നായിരുന്നു പറഞ്ഞത്. അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള മറ്റൊരു കാര്യം, നമ്മുടെ മറ്റുള്ള രാജ്യങ്ങൾ എടുക്കുക, ഇപ്പോൾ ദുബായ്, സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള സ്ഥലങ്ങളാണ്. അവിടങ്ങളിൽ വളരെ നേരത്തെ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കും. കുട്ടികൾക്ക് ധാരാളം സമയം ലഭ്യമാകുന്നു. ഇപ്പോൾ മതപഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുസ്ലിം സംഘടനകൾ ഇത്തരത്തിൽ ആവശ്യം മുന്നോട്ട് വെച്ചു. ഒരു അരമണിക്കൂറിൻ്റെ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് സംഘടനകൾ മനസ്സിലാക്കി പോകണമെന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രായോഗികമായി ഇതിൽ ആലോചിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ മതസംഘടനകളുമായി തന്നെ ചർച്ച ചെയ്യുന്നതിൽ തെറ്റായിട്ടൊന്നുമില്ല. ചർച്ച ചെയ്യാവുന്നതാണ്. കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നന്നായിരിക്കും. വേണമെങ്കിൽ ഇനിയും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നുള്ളതാണ്. അപ്പോൾ അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം അത് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ മുസ്ലിം കുട്ടികൾ മാത്രമാണോ പഠിക്കുന്നത്? എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളും പൊതുവിദ്യാലയങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ MES പോലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന എത്ര മണിക്കാണ്? MES എന്ന് പറഞ്ഞാൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നാണ് അതിൻ്റെ പേര്. ആ വിദ്യാലയം തുടങ്ങുന്ന രാവിലെ 8 മണിക്കാണ്. അവിടെ മുസ്ലിം വിദ്യാർത്ഥികൾക്കല്ലേ പ്രാധാന്യം ഉണ്ടാകേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പോകേണ്ടതില്ലേ? അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി പൊതുസമൂഹത്തിൽ എല്ലാവരും ചേർന്ന് പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ അതിന് നടത്തിപ്പുമായി മതസംഘടനകൾ ഇടപെടുന്നത് ശരിയല്ല എന്ന അഭിപ്രായം. ഏതായാലും സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെയാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ തിരൂർ. നമുക്കിപ്പോൾ മുബഷിർ പി അക്ബർ ഉണ്ട്. മുബഷിർ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പായി. ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനൊരു ചർച്ച എന്തായാലും നടത്തുന്നതിൽ തർക്കമില്ല. അതിനകത്ത് സർക്കാരിനോട് വിയോജിപ്പില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ മുബഷിർ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഒരു നയം അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിടുന്നതാണ് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള വി അബ്ദുറഹ്മാന്റെ പ്രതികരണം. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിൽ മുസ്ലിം സമുദായ സംഘടനകളും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടന്ന ഘട്ടത്തിൽ ഒരു ബ്രിഡ്ജായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ, നമുക്കറിയാം. പക്ഷേ ഇക്കാര്യത്തിൽ മതസമുദായ സംഘടനകളുടെ അഭിപ്രായത്തെ, നിലപാടിനെ രൂക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ മുസ്ലിം കുട്ടികൾ മാത്രമല്ലല്ലോ പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും പൊതുവിദ്യാലയങ്ങളുടെ കാര്യത്തിൽ മതസംഘടനകൾ ഇടപെടരുതെന്ന ഒരു വിമർശനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം ഈ നയം, ഈ നിലപാടുമായി, ഈ തീരുമാനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും. മത സമുദായ സംഘടനകൾ ഇത് ബോധ്യപ്പെടുത്താൻ വീണ്ടും ശ്രമിക്കും. ഒരു കാരണവശാലും ഈ തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകില്ലെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. വേണമെങ്കിൽ വീണ്ടും ചർച്ചയാകാം. വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതിന് മുൻകൈയെടുക്കുമെന്നുള്ളതാണ് താൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ തീരുമാനം പിൻവലിക്കില്ല എന്നുള്ളത് മന്ത്രി വി അബ്ദുറഹ്മാൻ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം അറേബ്യൻ രാജ്യങ്ങളെയൊക്കെ തന്നെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ഖത്തറിൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇതിനെ എതിർക്കുന്നതെന്ന് അവർ തന്നെയാണ് മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കുന്നത്. സമസ്തയുടെ സമരം ശരിയല്ല എന്നും അബ്ദുറഹ്മാൻ അറിയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആലോചിക്കേണ്ട വിഷയം കൂടി കൂടിയാണ്. 3 കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ഒന്ന്, ഇതിൽ ഒരു 90% സ്കൂളുകളിലും ഒറ്റ ഷിഫ്റ്റായിട്ടാണ് മദ്രസ പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ 8:30 മുമ്പ് തന്നെ പഠനം കഴിയും. 8:30 തന്നെ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ, മദ്രസ പഠനം കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് 9:45 ക്ലാസ്സിന് വരുന്നതിന് എന്തിനാ ബുദ്ധിമുട്ട്? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 7, 8, 9, 10 സ്കൂളുകളിൽ മാത്രമേ സമയമാറ്റമുള്ളൂ. 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മദ്രസ സ്കൂളുകളിൽ പഠിക്കുന്നത് വളരെ എണ്ണം കുറവുമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി സമയമാറ്റം വേണമോ? 3, MES പോലെയുള്ള മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്കൂളുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് 8 മണിക്കോ 8:30ക്കോ ആണെന്ന് മന്ത്രി തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഇല്ലാത്തത് എന്തിനാണ് ഈ സർക്കാർ സ്കൂളിൽ ഉണ്ടാക്കുക? അങ്ങനെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അനാവശ്യമായ ചർച്ചകൾക്ക് വഴിവെക്കില്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. എന്തായാലും സർക്കാർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടാണ്. ഇതിലിനി കാര്യങ്ങൾ മനസ്സിലാക്കി സമസ്ത പെരുമാറും എന്നാണ് സർക്കാർ കരുതുന്നത്. ചർച്ചയ്ക്ക് തയ്യാറാണ്, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എന്നതാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണം.